ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് നോർത്ത് ഈസ്റ്റ് വെയിൽസിലെ ഒരു വിസ്മയത്തിന് മുന്നിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ളതും നീളമുള്ളതുമായ നാവിഗബിൾ അക്വഡക്റ്റ് പോണ്ട് ക്വേ സുൽത്തത്തെ. വായുവിൽ ഒരു അരുവി പോലെ ഒഴുകുന്ന ഒരു അത്ഭുതത്തിൻ്റെ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വ്യാവസായിക വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ അക്വഡക്റ്റ് പണിയെഴുപ്പിച്ചത്. കൽക്കരിയും ഇരുമ്പും പോലുള്ള സാധനങ്ങൾ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ ജലപാതകൾ വളരെ പ്രധാനമായിരുന്നു. അതിനായി ഡി നദിയുടെ വിശാലമായ താഴ്വരയ്ക്ക് കുറുകെ ഒരു വഴിയൊരുക്കാൻ എഞ്ചിനീയർ തോമസ് ടെൽഫോർഡിൻ്റെയും വില്യം ജെസോപ്പിൻ്റെയും മാസ്റ്റർ പ്ലാനിൽ രൂപം കൊണ്ടതാണ് ഈ അക്വഡക്റ്റ്. ഇരുമ്പുറപ്പിച്ച ഒരു വലിയ ചാൽ ഉയരമുള്ള കൽത്തൂണുകളുടെ മുകളിൽ സ്ഥാപിച്ച രീതിയാണ് ഇവർ ഉപയോഗിച്ചത്. ചരിത്രപരമായ പ്രാധാന്യത്തോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് വിദ്യയുടെ ഒരു മികച്ച ഉദാഹരണം കൂടിയാണ് ഇത്. പൂർണ്ണമായി കാസ്റ്റ് അയണും കല്ലും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത്. തുടർച്ചയായി 10 വർഷത്തെ കഠിനാധ്വാനത്തിനൊടുവിൽ 1805 ഈ ചരിത്ര സ്മാരകം പൂർണ്ണമായി. ഇന്നലകളിലെ സാങ്കേതിക വിദ്യയുടെ അത്ഭുതപ്പെടുത്തുന്ന തെളിവാണ് ഈ അക്വഡക്റ്റ്. ഇനി നമ്മൾ വാക്കിംഗ് ട്രയലിലൂടെ അക്വഡക്റ്റിൻ്റെ മുകളിലൂടെയുള്ള യാത്ര ആരംഭിക്കുകയാണ്. താഴേക്ക് നോക്കുമ്പോൾ ആ തൂണുകളുടെ വലിപ്പവും ഉയരവും ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും. ഡി നദിയുടെ കുറുകെ 126 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. തൊട്ടടുത്ത് കനാലിലൂടെ കയാക്കിങ്ങും ബോട്ട് യാത്രയുമുണ്ട്. അത് മറ്റൊരു അഡ്വഞ്ചറാണ്. ഇത്രയും വലിയ ഉയരത്തിലൂടെയുള്ള നടപ്പ് ശരിക്കും മനസ്സിനെ ഒന്ന് വിറപ്പിക്കും. താഴേക്ക് നോക്കുമ്പോൾ ദൂരെ കാണുന്ന കാഴ്ചകൾ ഒരേ സമയം ഭയപ്പെടുത്തുന്നതും ഇൻട്രസ്റ്റിങ്ങുമാണ്. താഴെ ഒരു ഫുട്ബോൾ മൈതാനം കാണാം. ഉയരത്തെ പേടിയുള്ളവർ അക്വഡക്റ്റിൻ്റെ മുകളിലൂടെയുള്ള യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇത് അക്വഡക്റ്റിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ബോട്ടാണ്. കുറേ സഞ്ചാരികൾ കയാക്കിംഗ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഏകദേശം 15-20 മിനിറ്റ് നടന്ന് തിരിച്ചെത്തി ഞങ്ങൾ ബോട്ടിങ്ങിനായി റെഡിയായി. As we do work in very confined narrow space, I just don't want anyone treading on anyone's toes. I'm like a bit of a mother hen. So as the first group comes on, Atira, Ati, Atila, Atira, Atita. ഇത് നമ്മുടെ ബോട്ടിലെ ഗൈഡാണ്. ഇവരെല്ലാം വിശദീകരിച്ച് പറഞ്ഞു തരും. അങ്ങനെ നമ്മൾ അക്വഡക്റ്റിൻ്റെ മുകളിലൂടെയുള്ള ബോട്ട് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഒരു ബോട്ടിന് ഒരു സമയം സഞ്ചരിക്കാൻ മാത്രം വീതിയുള്ള ഒരു കനാലിലൂടെയാണ് ഈ 48 യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന നീളമുള്ള ബോട്ട് ഒഴുകി പോകുന്നത്. Happy birthday to you. Happy birthday to you. കോളേജ് വിദ്യാർത്ഥികളുടെ ഒരു ഗ്രൂപ്പ്, അതിലൊരു കുട്ടിയുടെ ബർത്ത്ഡേ വിഷിംഗ് ഈ യാത്രയുടെ ഇടയിലായിരുന്നു. അങ്ങനെ നമ്മൾ ആകാശത്തു കൂടി ഒഴുകുന്ന ഈ ഒരു അക്വഡക്റ്റിൻ്റെ വിസ്മയമായ യാത്രയുടെ അവസാനത്തിലെത്തിയിരിക്കുകയാണ്. മനുഷ്യൻ്റെ കഴിവിനെയും പ്രകൃതിയുടെ മനോഹാരിതയെയും ഒരുപോലെ വിളിച്ചോതുന്ന ഈ സ്ഥലം തീർച്ചയായും സന്ദർശിക്കേണ്ട ഒന്നാണ്. മറ്റൊരു യാത്രാവിശേഷവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.